Very good morning, dear students. So again, I'm here with the new class, and we are going to see about monopoly. So in the last two classes, we have seen about the price determined by the industries at a particular time period. Okay, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാർക്കറ്റ് പീരിയഡിലും ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിൻ്റെ സമയത്തും എങ്ങനെയാണ് അവർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. ഓക്കെ, ആൻഡ് നൗ വി വിൽ സി അബൌട്ട് മൊണോപ്പൊളി. അപ്പോൾ മൊണോപ്പൊളി എന്ന് പറയുന്ന ടേം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം, എന്താണ് സംഭവം എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും അല്ലേ? അറിഞ്ഞിട്ടുള്ള കാര്യമില്ല. എന്താണ് മൊണോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കേൾക്കട്ടെ, വേഗം പറയും. എന്താണ് മൊണോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിംഗിൾ, കേൾക്കണില്ലേ? ശരിക്കും ഉറക്കെ പറയും. സിംഗിൾ സെല്ലർ അല്ലേ? അപ്പോൾ സിംഗിൾ സെല്ലറാണ്, സിംഗിൾ ഓണറാണ് എന്നൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. Okay, so we'll see from what the name monopoly has derived എന്നുള്ള നോക്കാം. ഗ്രീക്ക് വേർഡ്സ് ആണ് മോണോ ആൻഡ് പോളി. മോണോ എന്ന് പറയുന്നത് സിംഗിളും പോളി എന്ന് പറയുന്നത് സെല്ലിങ്ങും. അപ്പോൾ സിംഗിൾ സെല്ലിംഗ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എലോൺ ടു സെൽ. ഒരാൾ മാത്രമേ ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് നമ്മുടെ അവിടെ ഉള്ളത് എന്നുള്ളതാണ്. This monopoly is a market situation in which there is only one seller or producer of a product for which there is no close substitute. ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിന് ഒരു ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് പോലും ഇല്ല. ഓക്കെ, അപ്പോൾ അവർ തന്നെയാണ് അതിൻ്റെ സോൾ പ്രൊഡ്യൂസർ. ഏകദേശം അതുപോലത്തെ ഒരു പ്രോഡക്റ്റ് അവർക്കൊരു കോമ്പറ്റീറ്റേഴ്സ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. He controls the whole supply of a particular product. So അവർ മാത്രമുള്ള മാർക്കറ്റിൽ അവർക്ക് കൺട്രോൾ ചെയ്യാം എത്ര ഡിമാൻഡ് എത്ര പ്രോഡക്റ്റ് അവിടെ സപ്ലൈ ചെയ്യണം എന്നുള്ളത് അവർക്ക് ഡിസൈഡ് ചെയ്യാം. ഹി ഹാസ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ദി പ്രൈസ് ഓൾസോ. അവിടെ പ്രൈസിൻ്റെ പേരിലും നമുക്കൊരു ഇഷ്യൂസ് വരാനില്ല. എനി പ്രൈസ് ഹി ക്യാൻ ഫിക്സ് വിച്ച് ഗിവ്സ് മാക്സിമം പ്രോഫിറ്റ് ടു ഹിസ് പോക്കറ്റ്. മൊണോപോളിസ്റ്റിൻ്റെ പോക്കറ്റിലേക്ക് മാക്സിമം പ്രോഫിറ്റ് ഏതാണോ നമുക്ക് ലഭിക്കുന്നത് ആ പ്രൈസ് മൊണോപോളിസ്റ്റിന് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞ ഫേം ആയാലും ഇൻഡസ്ട്രി ആയാലും ദേ ആർ നോട്ട് ദ പ്രൈസ് മേക്കേഴ്സ്, ദേ ആർ ദ പ്രൈസ് ടേക്കേഴ്സ്. So the price is determined according to the demand and supply in the market. Here, the quantity is supplied in the market according to the will of the monopolist. So he has the entire control over the market so that he can fix the price which gives him maximum profit എന്നുള്ളതാണ്. Okay. He is a price maker. He tries to fix the price that will maximize his profit. He is the firm. ആൾ തന്നെയാണ് ഫേം, ആൾ തന്നെയാണ് ഇൻഡസ്ട്രി. He constitutes the industry also. Hence, under monopoly, there is no distinction between a firm and industry. കാരണം പല ഫേമുകൾ കൂടി ചേരുമ്പോൾ പർട്ടിക്കുലർ ഇൻഡസ്ട്രി എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ കാർ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വരുന്ന പല തരത്തിലുള്ള കമ്പനീസ് ഉണ്ട്, കാർ കമ്പനീസ് ഉണ്ട്. സോ ഏകദേശം ഒരേപോലത്തെ ഒരു മോഡലിന് നമുക്ക് വല്ലാണ്ട് ഹൈ പ്രൈസ് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. വല്ലാണ്ട് ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ സെയിൽ ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് നമുക്ക് എങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യാം? അപ്പോൾ അവർക്ക് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, അതർ ഫേംസ് ഉണ്ട് ഇൻഡസ്ട്രിയിൽ, സോ ദാറ്റ് ദേ ക്യാൻ നോട്ട് ഫിക്സ് എ പ്രൈസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. പക്ഷേ ഇവിടെ മൊണോപോളിസ്റ്റ് എന്ന് പറയുമ്പോൾ നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ഹി ഈസ് ദ ഇൻചാർജ് ഓഫ് ദി മാർക്കറ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹി ഹിംസെൽഫ് ക്യാൻ ഫിക്സ് ദി പ്രൈസ് എന്നുള്ളതാണ്. ഓക്കെ, ഇൻ അതർ വേർഡ്സ് ദ ഫേം ആൻഡ് ഇൻഡസ്ട്രി ആർ വൺ ആൻഡ് ദ സെയിം. ഇവിടെ മറ്റുള്ള ഫേമുകളായിട്ട് ആരും വരാനില്ല, കാരണം ഈ ഒരു ഫേം തന്നെയാണ് ഇവിടെ ഉള്ളൂ. ഈ ഫേം തന്നെയാണ് ഫേം, ഈ ഫേം തന്നെയാണ് ഇൻഡസ്ട്രിയും എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഷോർട്ടായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ മൊണോപ്പൊളി ഈസ് എ മാർക്കറ്റ് ഇൻ വിച്ച് എ സിംഗിൾ സെല്ലർ സെൽസ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് വിച്ച് ഹാസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് കേട്ട് എന്തൊക്കെയാണ് വരണത് വേഗം പറഞ്ഞ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് അല്ലേ? there will be only one seller of the product and it has no close substitutes.
The entire market is under the control of the single seller. The monopolist fixes the price for the commodity. He is the price maker and not the price taker. Other sellers or new firms cannot enter into market easily. അപ്പോൾ ഇയാൾക്ക് കിട്ടുന്ന ലാഭം കണ്ടിട്ട് പെട്ടെന്ന് ഒരാൾക്ക് ഓടിക്കയറി തുടങ്ങാൻ പറ്റില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫേമും. ഓക്കെ, ബിക്കോസ് ഹി ഹാസ് ദ സോൾ അതോറിറ്റി. കടത്തില്ലേനകത്തേക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇടിച്ച് കയറാനുള്ള കപ്പാസിറ്റി നമുക്കും ഉണ്ടാവില്ല. ദാറ്റ് ഈസ്, അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്? ദ ഫേം ആൻഡ് ദി ഇൻഡസ്ട്രി ആർ വൺ ആൻഡ് ദ സെയിം എന്നുള്ളതാണ്. Now we will see about the kinds of monopolies. കേട്ടിട്ടുണ്ടോ? മോണോപോളിസ്റ്റ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മോണോപോളിസ്റ്റ് വരുന്നത്? Okay, it depends upon natural factors, legal factors, social factors and economic factors. Different kinds of monopoly എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നാച്ചുറൽ മോണോപ്പൊളി. ആരാണ് നാച്ചുറൽ മോണോപ്പൊളിയിൽ വരുന്നത്? അതായത് നാച്ചുറൽ പ്രോഡക്റ്റ് ഏറ്റവും കൂടുതലായിട്ടുള്ള രാജ്യങ്ങൾ. സേ ഫോർ എക്സാമ്പിൾ സൗത്ത് ആഫ്രിക്കയിൽ നോക്കുകയാണെങ്കിൽ GBS കമ്പനി, ഡയമണ്ട് കമ്പനി. ഓക്കെ, ഇവരാണ് മൊണോപ്പൊളിയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടീം. ദറ്റ് ഈസ് ഡയമണ്ടിൻ്റെ അതിൽ ദ ബിഗ്ഗസ്റ്റ് ടീം എന്ന് പറയുന്നത് GBSൻ്റെ ഡയമണ്ട്സ് ആണ്, സൗത്ത് ആഫ്രിക്ക. അതേപോലെ ബംഗാളിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂട്ട്, ഏറ്റവും കൂടുതൽ ജൂട്ട് അവിടെ നിന്നാണ്. സോ ദേ ആർ ദ മൊണോപോളിസ്റ്റ് ഇൻ ജൂട്ട്. അതേപോലെ തന്നെ ആഫ്രിക്കയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ GBS കമ്പനി ആർ ദി മൊണോപോളിസ്റ്റ് ഫോർ ഡയമണ്ട്സ്. ഓക്കെ, സോ നാച്ചുറൽ പ്രോഡക്റ്റായിട്ട് ഡീൽ ചെയ്യുന്നത്, നാച്ചുറലി എവിടെയാണോ ഏറ്റവും കൂടുതൽ ആ പ്രോഡക്റ്റ് അവൈലബിൾ ആകുന്നത് അവരിനെയാണ് നാച്ചുറൽ മോണോപ്പൊളി എന്ന് നമ്മൾ പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് മോണോപ്പൊളി എക്സിസ്റ്റ് ഡ്യൂ ടു ദ എക്സിസ്റ്റൻസ് ഓഫ് നാച്ചുറൽ ഫാക്ടേഴ്സ്. Example, Bengal has the natural monopoly of jute and GBS company of South Africa has monopoly of diamonds. And second one is legal monopoly. എന്താണ് legal monopoly എന്ന് പറഞ്ഞാൽ? That are created by the laws of the country in the public interest. ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറേ നിയമങ്ങളുണ്ടാവും. ഈ നിയമങ്ങളാൽ വരുന്നതാണ് ലീഗൽ മോണോപ്പൊളീസ് എന്ന് പറയുന്നത്. ദീസ് ആർ കോൾഡ് ലീഗൽ മോണോപ്പൊളീസ്. ഇനി സോഷ്യൽ മോണോപ്പൊളീസ് എന്താണെന്ന് നോക്കാം. ദേ ആർ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ദി ഗവൺമെൻറ്. ദെയർ എയിം ഇസ് നോട്ട് ടു മേക്ക് മാക്സിമം പ്രോഫിറ്റ്. അവരുടെ ഉദ്ദേശം അതല്ല. ദീസ് ആർ ഓൾസോ നോൺ ആസ് പബ്ലിക് മോണോപ്പൊളീസ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇന്ത്യൻ റെയിൽവേ ആരുടെ വകയാണ്? ഗവൺമെൻറ്. ഓക്കെ, പോസ്റ്റ്, ടെലിഗ്രാഫ്സ് എക്സെട്ര ഇതൊക്കെ പബ്ലിക് മോണോപ്പൊളീസ് ആണ്. ഇത് ഓൺ ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. സോ ഗവൺമെൻറ്റിൻ്റെ പ്രോഫിറ്റ് മേക്കിംഗ് അല്ല ഉദ്ദേശം, ജനങ്ങളുടെ സംരക്ഷണം, അതേപോലെ തന്നെ ജനങ്ങൾക്ക് അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഓക്കെ, ആൻഡ് ദെൻ വോളണ്ടറി മോണോപ്പൊളീസ് എന്താണെന്ന് നോക്കാം. ദീസ് ആർ മോണോപ്പൊളീസ് ക്രിയേറ്റഡ് വോളണ്ടറിലി ബൈ ദ പേഴ്സൺ കൺസേൺഡ് ഓർ ബൈ ദ ഫേംസ് കൺസേൺഡ്. ദീസ് ആർ ഇൻ ദ ഫോം ഓഫ് ട്രസ്റ്റ്, കാർട്ടൽസ്, holding companies, syndicates. For instance, ACZ is a voluntary monopoly created to eliminate competition and to have greater profits by fixing a high price of the cement. അപ്പോൾ ഇവിടെ മോണോപ്പൊളീസ് എന്ന് പറയുന്നത്, വോളണ്ടറി മോണോപ്പൊളീസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഫേമാണ്. ഓക്കെ, അത് ചിലപ്പോൾ ട്രസ്റ്റ് ആയിരിക്കാം, കാർട്ടൽസ് ആയിരിക്കാം, ഹോൾഡിംഗ് കമ്പനീസ് ആയിരിക്കാം, സിൻഡിക്കേറ്റ്സ് ആയിരിക്കാം. ഇനി ഇപ്പോൾ ഇതിൽ തന്നിട്ടുള്ളൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ACC Cements is a natural monopoly, is a voluntary monopoly created to eliminate competition. അപ്പോൾ അവർ തന്നെയാണ് അവരുടെ സിമെൻറ്റ്സ് അല്ലെങ്കിൽ അവരുടെ പ്രോഡക്ട്സിന് ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് അവർ ഫിക്സ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്നുണ്ടെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിന് അടുത്തേക്ക് പോലും വരുത്താതിരിക്കാനുള്ള കാര്യങ്ങളാണ്. So they are giving the best quality and also they are the best monopolist. അവർ വോളണ്ടിയറായിട്ട് തന്നെയാണ്, അവർ തന്നെ ആവണം മോണോപ്പൊളി ആയിട്ട് നിൽക്കാനായിട്ട്, അവർ തന്നെയാണ് ഈ ഒരു സ്പെഷ്യൽ പ്രൈസിങ്ങിന് കൊടുക്കുള്ളൂ എന്നുള്ളൊരു രീതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ACC എന്ന് പറയുന്നത്. ആൻഡ് ദെൻ സർവീസ് മോണോപ്പൊളി.
Service monopoly എന്ന് പറയുമ്പോൾ may arise in service also. For example, there is only one doctor in a locality. ഒരു ലൊക്കാലിറ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് ഡോക്ടേഴ്സ്, അതേ എന്താ പറയുക, ഇപ്പോൾ ഒരു എല്ലാവരും ഫിസിഷ്യൻസ് തന്നെ ഒരു 3 പേര് ജനറൽ ഫിസിഷ്യൻസ് ഉണ്ടാവില്ല. ഒരു ഫിസിഷ്യനെ ഒരു ഏരിയയിൽ ഉണ്ടാവുള്ളൂ, അടുത്ത ഏരിയയിൽ വേറൊരു സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. സോ ഒരു സ്ഥലത്ത് തന്നെ ദ സെയിം സ്പെഷ്യലൈസേഷനുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവിടെ കോമ്പറ്റീഷൻ വരും. ആൾക്കാർ ആരുടെ അടുത്തേക്ക് പോകും? അധികം ആൾക്കാരുടെ അടുത്തേക്ക് പോകില്ല. സോ സർവീസ് ഓപ്പറേഷനിൽ തന്നെ അവരെന്ത് ചെയ്യാണ്, മൊണോപ്പൊളി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്, നമ്പർ 1 ആയിട്ട്. ചില ഡോക്ടേഴ്സ് ഉണ്ട്, അവർ കുറച്ച് നാൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് സെർവ് ചെയ്യും, അത് കഴിഞ്ഞാൽ വീട്ടിൽ നോട്ടമാണ്. ഓക്കെ, വീട്ടിലിരുന്ന് എല്ലാ പേഷ്യൻസിനും, വയസ്സായവരും കുട്ടികളെയും എല്ലാവരും അവർ നോക്കും. അവർക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണ്ട, അവർ വീട്ടിലിരുന്നിട്ട് വലിയ സീരിയസ് ഇഷ്യൂ ഒക്കെ അവരെ എവിടേക്ക് തട്ടിവിടും, ഹോസ്പിറ്റലിലേക്ക് തട്ടിവിടും. ഇവർക്ക് മേല് തട്ടാതെ പോകുന്ന, എന്താ പറയുക, അധികം വലിയ ഇഷ്യൂസൊന്നും ഇല്ലാത്ത സാധാരണ ഒരു ജനറൽ ഫിസിഷ്യന്മാരാണ്. ഡയബറ്റിക്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പനി, ഒരു തലവേദന, ഒരു കോൾഡ്, അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ വരുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോൾ അധികം പേരൊന്നും ഉണ്ടാവില്ല. എന്താ പറയുക, വല്ലാണ്ട് സ്പെഷ്യലൈസേഷൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവരവരുടെ ഫീൽഡിൽ പിടിച്ചു നിൽക്കാനായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ വരുന്നത് സർവീസ് മൊണോപ്പൊളി ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 5 തരത്തിലുണ്ട്: നാച്ചുറൽ മൊണോപ്പൊളി, ലീഗൽ മൊണോപ്പൊളി, സോഷ്യൽ മൊണോപ്പൊളി, വോളണ്ടറി മൊണോപ്പൊളി, സർവീസ് മൊണോപ്പൊളി. ഒന്നുകൂടെയും പറയാം. നാച്ചുറൽ മൊണോപ്പൊളി എന്ന് പറയുന്നത് നാച്ചുറൽ പ്രോഡക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് ദൈവം പ്രകൃതിയിൽ അനുഗ്രഹിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. ലീഗൽ മൊണോപ്പൊളി എന്ന് പറയുമ്പോൾ പല ലോസ്, നാടിനെ സംരക്ഷിക്കാനായിട്ട് നമുക്കുണ്ടായിട്ടുള്ള പല നിയമങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മൊണോപ്പൊളിയാണ്. പിന്നെ സോഷ്യൽ മൊണോപ്പൊളി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗവൺമെൻറ് ഓൺ ചെയ്യുന്നതാണ്. അവർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ല അവരുടെ ഉദ്ദേശം, ഗവൺമെൻറ് സർവീസാണ് അവരുടെ ഉദ്ദേശം, ജനങ്ങൾക്കുള്ള പബ്ലിക് സർവീസ്. അതിനു വേണ്ടി തുടങ്ങിയിട്ടുള്ളതാണ് സോഷ്യൽ മൊണോപ്പൊളീസ്. ആൻഡ് ദെൻ വോളണ്ടറി മൊണോപ്പൊളീസ്. വോളണ്ടറി മൊണോപ്പൊളീസ് എന്ന് പറയുന്നത് വോളണ്ടറി ആയിട്ട് ഞാൻ തന്നെ മൊണോപ്പൊളി ആയിട്ട് ഇരിക്കണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനെ വരുന്ന കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. ആൻഡ് ദെൻ സർവീസ് മൊണോപ്പൊളി എന്ന് പറയുന്നത് ഇറ്റ് മേ ഓൾസോ അറൈസ് ഇൻ സർവീസ് സെക്ടറായിട്ടുള്ള പല ഫീൽഡുകളിലും ഇത് വരുന്നതാണ്. ഇനി ചില ടീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ട്യൂഷൻസ് എടുക്കുന്നുണ്ടായിരിക്കും. അവർ മാത്രമേ അവരുടെ ഫീൽഡിൽ ഉണ്ടാവുള്ളൂ. ആ ഒരു ഫീൽഡിൽ അവർ ചിലപ്പോൾ അവരെ നോർമൽ ജോലിയൊക്കെ അവർ റിസൈൻ ചെയ്തിട്ടായിരിക്കാം ട്യൂഷൻ സെൻറ്റേഴ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സർവീസസും നമുക്കിതിൽ ഉദ്ദേശിക്കാവുന്നതാണ്, പറയാവുന്നതാണ്. അപ്പോൾ ഇതാണ് 5 തരത്തിലുള്ള മൊണോപ്പൊളി എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൊണോപ്പൊളിസ് ഡിമാൻഡ് എന്താണ്, റവന്യൂ എന്താണ്, കോസ്റ്റ് കർവ് എന്താണെന്നുള്ളത് നോക്കാം. Since there is only one firm in the industry, the monopoly constitutes the whole industry also. The demand curve of the monopolist would be the same as the demand curve of the industry. ഒരു ഫേമിൻ്റെ ആയാലും ഒരു ഇതിൻ്റെ ആയാലും ഇൻഡസ്ട്രിയുടെ ആയാലും ഡിമാൻഡ് കർവ് ഒരേപോലെ തന്നെയായിരിക്കും. ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ദിസ് ഈസ് സോ ബിക്കോസ് ദ മൊണോപ്പൊളി ഫേം ക്യാൻ സെൽ മോർ അറ്റ് ലോവർ പ്രൈസസ് and less at higher prices. The demand curve is also the average revenue curve of the monopolist. ഇനി പ്രൈസ് ഇൻക്രീസ് ആവാന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ദറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി അവിടെ സെയിൽസിൽ വരുന്ന മാറ്റങ്ങൾ. ദേ ക്യാൻ സെൽ മോർ അറ്റ് ലോവർ പ്രൈസസ്. അവർ വില കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ പർച്ചേസ് ചെയ്യും. അവരൊന്ന് പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ച് കുറവാണ് പർച്ചേസ് ചെയ്യുക. ഓക്കെ, ഇത് വരുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദറ്റ് ഈസ് പ്രൈസിനെ ബേസ്. അത് കാരണം ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഓൾവേസ് സ്ലാൻറ്റിങ് ആയിട്ടുള്ള ഒരു സ്ലോപ്പായിട്ടായിരിക്കും നിൽക്കുന്നത്. സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ് ആണ് അതെപ്പോഴും. ഓക്കെ, ദിസ് ഈസ് ഓൾസോ so because the monopoly firm can sell more at lower price and sell less at higher prices. The demand curve എന്ന് പറയുന്നത് is also the average revenue curve for the monopolist. When average revenue curve slopes downwards, the MR curve also slopes downwards, but it lies below the average revenue curve. This means marginal revenue curve declines at a higher rate than the average revenue or demand curve എന്നുള്ളതാണ്.
സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈച്ച് അഡീഷണൽ യൂണിറ്റ് സോൾഡ് adds less to total revenue and then the price received for it, because the firm has to reduce the price on all units to sell additional units എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ that is MR curve ഡിക്ലൈൻ ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നല്ലൊരു എക്സാമ്പിളും നമുക്കവിടെ തന്നിട്ടുണ്ട്. ഒരു ടേബിൾ വൈസ് നമുക്ക് അവിടെ ഒരു എക്സാമ്പിളും ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഡിമാൻഡ് ദറ്റ് ഈസ് ആ ടേബിൾ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദി എബവ് ചാർട്ട് ആൻഡ് ഡയഗ്രാം ദറ്റ് അണ്ടർ മൊണോപ്പൊളി ഡിമാൻഡ്, ആവറേജ് റവന്യൂ ആൻഡ് പ്രൈസ് ആർ വൺ ആൻഡ് ദ സെയിം. AR curve and MR curve both are separate and are downward sloping. MR curve lies below AR curve. It should be noted that a monopoly has no supply curve. കാരണം സപ്ലൈ അവിടെ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നിനും നിൽക്കണില്ല. ഡിമാൻഡ് കർവ് തന്നെയാണ് നമുക്ക് സപ്ലൈ കർവ് ആയിട്ടും വരുന്നത്. This is so because the quantity supplied at any one price depends on demand. Therefore, the firm chooses the price quantity combination along its demand curve that maximizes its profit. Okay, so ഇതിൻ്റെ ആവറേജ് കോസ്റ്റ് കർവ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് യു ഷേപ്പ് ആസ് ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലുള്ള പോലെ തന്നെയാണ് നമുക്കിതിലും ലഭിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൽ ഒരു കാര്യം കൂടി നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. Price and output determination under monopoly. Under perfect competition എന്ന് പറയുമ്പോൾ the firm എന്ന് പറയുന്നത് പ്രൈസ് ടേക്കർ ആണ്. നോട്ട് ചെയ്യാട്ടോ. Under perfect competition the firm is a price taker. It means that the firm does not fix the price. It determines its output according to the price fixed by the industry. So അവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയാണ്. ഓരോ സിംഗിൾ ഫേം അല്ല പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. സോ ആ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ ഡിമാൻഡ്. മാർക്കറ്റിൽ അതിനുള്ള ഡിമാൻഡും ഔട്ട്പുട്ടിനും ബേസ് ചെയ്തിട്ടാണ് ഇൻഡസ്ട്രി അതിനൊരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. സോ ഫേം എന്ന് പറയുന്നത് ദേ ആക്സെപ്റ്റ് ദ പ്രൈസ് വിച്ച് ഹാസ് ബീൻ ഫിക്സ്ഡ് ബൈ ദി ഇൻഡസ്ട്രി. ബട്ട് എ മോണോപോളിസ്റ്റ് ഫേം ഹാസ് ടു ഫിക്സ് ദ പ്രൈസ് ആസ് വെൽ ആസ് ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെ ഒരു മോണോപോളിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രൈസും ഫിക്സ് ചെയ്യണം, അതേപോലെ തന്നെ ഔട്ട്പുട്ടും എത്രയാണ് വേണ്ടത് എന്നുള്ളത് അവർക്ക് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഫിക്സസ് ദ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഇൻ സച്ച് എ വേ ആസ് ടു ഗെറ്റ് മാക്സിമം പ്രോഫിറ്റ്. അപ്പോൾ അവർ ഔട്ട്പുട്ട് ഫിക്സ് ചെയ്യുന്നതും അവർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതും അതിൻ്റെ മാക്സിമത്തിലായിരിക്കും. ദറ്റ് ഈസ് പ്രോഫിറ്റിൻ്റെ മാക്സിമത്തിലായിരിക്കും അവർ ഫിക്സ് ചെയ്യുക. The monopoly firm reaches its equilibrium or earns maximum profit only when its MC is equal to MR. Marginal cost when it equals to marginal revenue ആകുമ്പോൾ മാത്രമാണ് the monopoly firm reaches its maximum profit എന്ന് പറയുന്നത്. Besides, marginal curve should cut marginal revenue curve from below. അതാണ് അതിൻ്റെ ഒരു രീതി. ഓക്കെ, now let us see how a monopoly firm determines price and output in order to get maximum profit. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാനായിട്ട് പറ്റും എങ്ങനെയാണ് അവർ മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പോയിൻറ്റിനെ അവർ കണ്ടെത്തുന്നത് എന്നുള്ളത്. ഷോർട്ട് റൺ ഇക്വിലിബ്രിയം അണ്ടർ മോണോപോളി. During short run, a monopolist can increase his output only when the existing plant and machinery. He cannot install new machinery and expand output. അല്ലേ? ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഷോർട്ട് പീരിയഡിനെ കുറിച്ചിട്ട് വരുന്ന പോലെ തന്നെയാണ്. അതിലും ഷോർട്ട് റണ്ണിൽ നമുക്ക് എന്തിനുള്ള സമയമില്ല, പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സമയം നമുക്ക് ഇല്ല. ഓക്കെ, അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സമയത്തിൽ തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻ കപ്പാസിറ്റിയിൽ തന്നെയാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണോ ഡിക്രീസ് ചെയ്യണോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുന്നത്. The profit of the monopolist will be the maximum during short run when his MC is equal to his MR. This is the equilibrium position of the monopolist during a short period. So,
എം സി ഇസ് ഈക്വൽ ടു എം ആർ എന്ന് പറയുന്നതാണ് ഷോർട്ട് പീരിയഡിൽ ഇക്വിലിബ്രിയം പോയിൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. So long as MR is higher than as MC, it is profitable for the monopolist. അല്ലേ, മാർജിനൽ കോസ്റ്റിനേക്കാളും മാർജിനൽ റവന്യൂ എത്രത്തോളം ഇൻക്രീസ് ചെയ്ത് നിൽക്കുന്നു അത്രയും പ്രോഫിറ്റാണ് ആ ഫേമിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. This is because with the production of every additional unit, he gets more revenue than the cost. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഓരോ അഡീഷണൽ പ്രോഡക്റ്റ് വരുമ്പോഴും അവിടെ മാർജിനൽ കോസ്റ്റ് വരുന്നുണ്ട്. അതിനേക്കാളും ഹയർ ആയിട്ടാണ് ഏത് നിൽക്കുന്നത്? മാർജിനൽ റവന്യൂ നിൽക്കുന്നത്. സോ ഇൻക്രീസ്ഡ് മാർജിനൽ റവന്യൂ നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അവിടെ നഷ്ടം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ദിസ് ഈസ് ബിക്കോസ് വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് എവറി അഡീഷണൽ യൂണിറ്റ് he gets more revenue than the cost എന്നുള്ളതാണ്. As the monopoly firm goes on expanding the output, slowly the MC would rise and ultimately the MC becomes equal to MR. At this point, monopoly firm should stop further expansion of output. MC is equal to MR ആയി കഴിഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. അതായത് ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെയോ മാക്സിമം യൂട്ടിലൈസേഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാനില്ല? ഇനി നമുക്ക് അതിലെ ഒരു ഫർദർ എക്സ്പാൻഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ മാക്സിമത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, അതിൽ നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. The firm stop further expansion of output because this is the point of equilibrium of the monopolist during a short period. അപ്പോൾ ഷോർട്ട് പീരിയഡിൽ ഇതാണ് അവരുടെ ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. സോ അതിന് മീതെ നമുക്കൊരു ഫർദർ എക്സ്പാൻഷൻ പോയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലോസിൽ വന്ന് സംഭവിക്കും അത്. At this point he get maximum profit. If he expand his output further, the MC would rise more than his MR. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ എക്സ്പാൻഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ മാർജിനൽ കോസ്റ്റ് വിൽ ബി മോർ ദാൻ ദി മാർജിനൽ റവന്യൂ. അപ്പോൾ എന്താണ് സംഭവിക്കാം? ദിസ് മീൻസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ദ ഗുഡ്സ് ഇൻക്രീസസ് മോർ ദാൻ ദ പ്രോഫിറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം ദം ആൻഡ് സോ ഹി ഇൻകേഴ്സ് ലോസ്. ഓക്കെ, ഒരിക്കലും എം സി എം ആറിനെ ക്രോസ് ചെയ്ത് പോകാനായിട്ട് പാടില്ല. മാർജിനൽ കോസ്റ്റിന് കവർ ചെയ്യുന്നതായിരിക്കണം മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. മാർജിനൽ റവന്യൂവിനേക്കാളും കൂടുതൽ മാർജിനൽ കോസ്റ്റാണ് സംഭവിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോൺ ദി കമ്പനി ഈസ് ഇൻകറിങ് ലോസ് എന്നുള്ളതാണ്. ഓക്കെ, the shorter and equilibrium position of the monopolist regarding his price output is shown in the following diagrams. ഇനി കൃത്യമായിട്ട് ഓരോ ഡയഗ്രാം നോക്കുക, അതിനനുസരിച്ചുള്ള എക്സ്പ്ലനേഷൻ. AR is the demand or average revenue curve. MR is the marginal revenue curve, which is falling below the average revenue curve. Short run average cost curve and short run marginal cost curve. It can be seen from the diagram that up to OQ output, MR is more than MC, but beyond OQ, MR is less than MC. Therefore, the monopolist will be in equilibrium at output OQ, at which MR എന്ന് പറയുന്നത് is equal to MC, and the profit is the maximum. At OQ output, the price is OP1 എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ OP ഏതാണോ അതിൻ്റെ പ്രൈസ് വരുന്നത് അത്. P1 എന്ന് പറയുന്നത് touches the price line. QL is the average cost. So the price minus cost is the profit. Hence P1L is the profit per unit. The total profit will be എന്ന് പറയുന്ന കാൽക്കുലേഷൻ തന്നിട്ടുണ്ട്. And this is shown as the shaded portion ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് കിട്ടുന്ന മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്ന കാര്യം. Okay, a monopolist need not always earn supernormal profit in the short run. എപ്പോഴും ഒരു മോണോപോളിസ്റ്റിന് ഷോർട്ട് റണ്ണിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടണമെന്നില്ല. He may make normal profit also. Sometimes he may even incur loss also. As put by Benham, the fortunate monopolist can fix what price he chooses. അപ്പോൾ ഇയാൾക്ക് കിട്ടുന്ന ഫോർച്യൂൺ എന്ന് പറയുന്നത് എപ്പോഴാണ്? ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല, മോണോപോളിസ്റ്റിന് എപ്പോഴും
സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടണം എന്നില്ലേ. ചിലപ്പോൾ നോർമൽ പ്രോഫിറ്റ് ആവാം, ചിലപ്പോൾ ലോസും സംഭവിക്കാം. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അയാളുടെ ഫോർച്യുനേറ്റ്, അയാളുടെ നല്ല കാലം എന്ന് പറയുന്നത് എന്താണ്? അയാൾ ഫിക്സ് ചെയ്യുന്ന പ്രൈസ് എന്താണോ, ദാറ്റ് ഈസ് ദ ഗോൾഡൻ പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ, the fortunate monopolist can fix what price he chooses, but if he cannot sell enough, he doesn't gain, he loses. അയാൾ മാക്സിമം പ്രോഫിറ്റിലൊക്കെ കിട്ടാവുന്ന രീതിയിൽ പ്രൈസ് ഫിക്സ് ചെയ്തു, പക്ഷെ അധികം സാധനങ്ങൾ ഇയാൾക്ക് വിൽക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? he incurs loss. If the price is equal to AC, it makes normal profit. If the price is less than AC, the firm incurs loss. ആവറേജ് കോസ്റ്റിനെങ്കിലും കവർ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ കിട്ടിയാൽ മാത്രമേ അത് പ്രോഫിറ്റിലേക്ക് പോവുള്ളൂ. അതിന് പോലും ആവറേജ് കോസ്റ്റിന് കവർ ചെയ്യാൻ പോലും നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദ കമ്പനി ഈസ് ഇൻകറിങ് ലോസ് എന്നുള്ളതാണ്. The aim of the monopolist is to maximize his profits and minimize the loss. These situations are shown in the following diagrams. ഒന്നെങ്കിൽ ദാറ്റ് ഈസ് ഇയാളുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഇൻകർ ചെയ്യാൻ പോകുന്ന ലോസസ് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. അതാണ് ഫർദറായിട്ട് തന്നിട്ടുള്ള രണ്ട് ഗ്രാഫിലൂടെ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി ഒരു ചെറിയ കാര്യം കൂടിയുണ്ട്. ലോങ് റൺ ഇക്വിലിബ്രിയം അണ്ടർ മോണോപോളി. സോ ആസ് യൂഷ്വൽ തന്നെയാണ്, ഇതിൽ നോർമൽ പ്രോഫിറ്റ്സ് കിട്ടാൻ തുടങ്ങും, പല ഫേമുകളും എൻട്രി നടത്തും, പല ഫേമുകളും ഇവിടുന്ന് പുറത്തേക്ക് പോവാം, കുറച്ച് ഫേമുകൾ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. വാട്ട് ഐ ഹാവ് സെഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്, അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അണ്ടർ ദ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻ ദ ലോങ് പീരിയഡ്, എ ഫേം ഗെറ്റ്സ് ഓൺലി നോർമൽ പ്രോഫിറ്റ് ബിക്കോസ് ഓഫ് ദ ഫ്രീ എൻട്രി ഓർ എക്സിറ്റ് ഓഫ് ദ ഫേംസ് ഇൻ ടു ദ ഇൻഡസ്ട്രി. But under monopoly, entry of new firms is not possible. ഓക്കെ, അപ്പോൾ സാധാരണ ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ നമുക്കൊരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ സമയത്താണ് നമ്മൾ പറഞ്ഞത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കണ്ടിട്ട് അട്രാക്റ്റഡ് ആയിട്ട് കുറേ ഫേമുകൾ വരാൻ സാധ്യതകളുണ്ട്, പോവാൻ സാധ്യതകളുണ്ട്. പക്ഷേ ഇവിടെ ആരാണ് റൂൾ ചെയ്യുന്നത്? മാർക്കറ്റ് റൂൾ ചെയ്യുന്നത് ആരാണ്? മോണോപോളിസ്റ്റാണ്. അപ്പോൾ അത്ര പെട്ടെന്ന് അകത്തേക്ക് കയറാനായിട്ട് സാധിക്കില്ല എന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. But under monopoly, entry of new firm is not so possible. Therefore, the monopoly firm can easily protect its short period supernormal profit in the long run. അപ്പോൾ ഷോർട്ട് പീരിയഡിൽ അവർക്കുള്ള സൂപ്പർ നോർമൽ പ്രോഫിറ്റ് തന്നെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ however, the long run profit will depend upon the firm's cost conditions. എങ്ങനെ പോയാലും ലോങ് റൺ എന്ന് പറയുന്നത്, ലോങ് റണ്ണിൽ വരുമ്പോൾ അവർ ഫേമിൻ്റെ ദാറ്റ് ഈസ് കോസ്റ്റ് കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വി ഹാവ് സീൻ ദാറ്റ് ഇൻ ദ ലോങ് റൺ എവറി ഫേം വുഡ് ബി ഓഫ് ഓപ്റ്റിമം സൈസ് വെയർ ഇറ്റ്സ് LAC ഇസ് മിനിമം. But in the case of monopoly, the equilibrium level of output where LMC is equal to MR or may not have the lowest LAC. This is the size of the market or demand may not permit to expand output to produce it at the minimum cost per unit. However, the monopolist would not stay in the business if he make losses in the long period. Long period le മോണോപോളിസ്റ്റിനെ നഷ്ടം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. Just like the short run, a monopolist maximizes the profit under long run by producing and selling that output at which MR is equal to long run marginal cost എന്നുള്ളതാണ്. The long run equilibrium of the firm will be at the output where the long run marginal cost curve intersects the long run marginal revenue curve. The price and output determination in the long run under monopoly is illustrated in the following diagram. അപ്പോൾ അവിടെയും നമുക്കൊരു ചെറിയ ഡയഗ്രാം തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് എത്രയാണ്, LMC എവിടെയാണ്, ഇക്വിലിബ്രിയം എവിടെയാണ്, LAC എവിടെയാണ് വരേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, LMC ഈ ഡയഗ്രാമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ദി അബവ് ഡയഗ്രാം LMC ഈസ് ദ ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ്, LAC ഈസ് ദ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്, AR എന്ന് പറയുന്നത് ആവറേജ് റവന്യൂ, അതല്ലാന്നുണ്ടെങ്കിൽ ഡിമാൻഡ് കർവ് എന്നും പറയാം.
MR is the long run marginal revenue curve. The firm is in equilibrium at point E where LMC എന്ന് പറയുന്നതും MR എന്ന് പറയുന്നതും അതേപോലെ തന്നെ LMC curve എന്ന് പറയുന്നത് cuts MR curve from below എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഗ്രാഫിൽ നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാം നമ്മുടെ LMC is equal to MR and LMC curve എന്ന് പറയുന്നത് cuts MR curve from below. Hence equilibrium output എന്ന് പറയുന്നത് OQ and equilibrium price എന്ന് പറയുന്നത് OP. Since the price per unit is greater than the cost per unit, LP is the supernormal profit എന്നുള്ളതാണ് വരുന്നത്. The supernormal profit is equal to P1 LTP. Thus under the long run monopoly, the firm sells OQ quantity price at OP price so as to get maximum profit. നമ്മൾ ലോങ് റണ്ണിൽ വരുമ്പോൾ ഒ പിയിലേക്കാണ് അത് വരുന്നത്. അപ്പോഴാണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത്. ഇൻ ദ ലോങ് റൺ ഇഫ് ദ കോസ്റ്റ് ഈസ് അറ്റ് ദി ഇൻക്രീസിങ് ട്രെൻഡ്, ലോങ് റണ്ണിലും നമുക്ക് ഇതിൻ്റെ ഒരു പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നൊരു ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ദ ഫേം വിൽ ഫിക്സ് എ ഹയർ പ്രൈസ് ആൻഡ് സെൽ എ ലെസർ ക്വാണ്ടിറ്റി ടു മേക്ക് മാക്സിമം പ്രോഫിറ്റ്. അല്ലേ, ലോങ് റണ്ണിൽ പ്രൈസ് ഇൻക്രീസിങ് ട്രെൻഡാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് ഓരോ ദിവസം അവരെന്ത് ചെയ്യും, കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് സെയിൽ ചെയ്യുന്നത്. ബിക്കോസ് the next day again the price will shoot up and they can sell more quantity.